prayer. Prayer at play. സ്റ്റാർട്ട് ചെയ്യട്ടെ. കേൾക്കുന്നില്ല. മൈൻഡിൽ എന്താണ് തോട്ട്സ്? മാം ഇപ്പൊ ക്ലിയർ ആണോ മാം? Your attitude shapes your reality. Your thoughts influence your life. നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സ് ആണ് നമ്മുടെ നാളെയുള്ള ലൈഫിന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു സോങ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം ഉണവില്ലും കൈകളിലേയുയാലാടാം മീട്ടുന്ന കുലമയിലായി തുടിക്കാം ചന്ദനക്കിണ്ണം കുഞ്ഞമടക്കായലിൻ കൊടിയെടുക്കാൻ ഉണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ഒറ്റക്കിളി പോകും നേരം മണ്ണിനെ തൂകൽ കൊണ്ടൊരു കൂടൊരു കാണാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്. Thought of today. Sakita Mulle. പറയാം. ഇങ്ങനെ എടുക്കുമായിരുന്നു. പറയട്ടെ മാം. ഒരു നല്ലൊരു വീട് തുല്യം വയ്ക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്തൊരു അധ്യാപകരുമില്ല. തോട്ട് ഓഫ് മഹാത്മാഗാന്ധി. നമ്മുടെ സെമിനാർ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ആരെങ്കിലും ബാക്കിയുണ്ടോ ചെയ്യാൻ? ആരെങ്കിലും ബാക്കിയുണ്ടോ ചെയ്യാൻ? എനിക്കുള്ളത് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? മറ്റേ ഡിഫ്ലേഷൻ ഓഫ് ഓഷൻ ബഡ് റിസോഴ്സസ്. ആ ഗ്ലോബൽ ത്രെഡ്സിലത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്, ചെറിയ പോയിന്റ്സ് ആയിട്ട്. അതെടുത്തോളൂ, എല്ലാം ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓഷൻ ബെഡ് റിസോഴ്സസ്, deflation of ocean bed resources. മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെഡ്സില് നമ്മൾ കുറച്ച് പോയിന്റ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ നോക്കിയത് ഡിഫ്ലേഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ് ആണ്. ഓരോ ഭീഷണികൾ ഉണ്ടാകുന്ന ഓഷൻ ബെഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ
ഓഷ്യൻ ബെഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റേ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദ സീ ബെഡ് ഓഷ്യൻ ബെഡ് അല്ലെങ്കിൽ സീ ബെഡ് ഓഷ്യൻ ബെഡ് മീൻസ് ബോട്ടം ഓഫ് ദി ഓഷ്യൻ. ഓഷ്യന്റെ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഭീഷണികൾ പലതരത്തിലും അതുണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീ ഫ്ലോർ, ഓഷ്യൻ ഫ്ലോർ എന്നൊക്കെ അതിനറിയപ്പെടുന്നു. ഓഷ്യന്റെ ബോട്ടം സൈഡിനെയാണ് നമ്മൾ പറയുന്നത് സീ ബെഡ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ജീവികളും എന്താ പറയുക നമ്മൾ കണ്ടതും കാണാത്തതുമായ അടിത്തട്ടിലാണ് ഒരുപാട് ജീവികളുണ്ട്. എല്ലാ ജീവികളും ഇപ്പൊ സമുദ്രത്തിന്റെ മുകളിലേക്ക് വരണമെന്നില്ല, അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ദ ടേം ഓഷ്യൻ റിസോഴ്സസ് റെഫേഴ്സ് ടു ഓൾ ദി നാച്ചുറൽ റിസോഴ്സസ് ഫൗണ്ട് ഇൻ ദ ഓഷ്യൻ. ആ ഓഷ്യന്റെ അടിയിലുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെയും നമ്മൾ ഓഷ്യൻ ബെഡ് റിസോഴ്സസ് എന്ന് പറയുന്നു. ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, അനിമൽസ്, മിനറൽസ്, എനർജി സോഴ്സസ് ആൻഡ് വാട്ടർ. അതിനെല്ലാം അപ്പൊ ഈ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യമല്ല, പക്ഷെ അത് ഓഷ്യന് പല തരത്തിലും അത് ഭീഷണിയാവുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് സർഫേസ് നമുക്കറിയാം 71% നമ്മുടെ ഭൂമിയിലുള്ള 71% സീ ആണ്, ഓഷ്യൻ ആണ്. അപ്പൊ അതിന്റെ സോഴ്സ് ഓഫ് റിസോഴ്സസ് അതിലുണ്ടാകുന്ന ഏകദേശം എല്ലാ ഭീഷണികൾക്കും കാരണം പ്രധാനമായിട്ടും നമ്മൾ മനുഷ്യര് തന്നെയാണ്. അത് അനിമൽസ് ആവാം, ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, പലതരത്തിലുള്ള ചെടികൾ. നമ്മൾ ഈ സീന്റെ അടിയിൽ പലതരം ചെടികളുണ്ട്, പ്ലാന്റ്സ്, അനിമൽസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എനർജി സോഴ്സസ്, എല്ലാത്തിനും നമ്മൾ പലതരത്തില് ഭീഷണികളാവുന്നുണ്ട്. അതാണ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ്. ഞാൻ അത്രേ നോക്കിയിട്ടുള്ളൂ, ചെറിയൊരു പോയിന്റ് ആയാണ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പൊ ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന മറ്റേ നമ്മുടെ സമുദ്രത്തിന് അടിയിലുണ്ടാകുന്ന അടിത്തട്ടിലുണ്ടാകുന്ന ഇത്തരം സോഴ്സസിനുണ്ടാകുന്ന ഭീഷണിയാണ് ഓഷ്യൻ ബെഡ് ഡിഫ്ലീഷൻ ഓഫ് ഓഷ്യൻ ബെഡ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രയാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ. കുറച്ചല്ലേ പറ്റും, ഞാൻ ചെറിയ ഇതായിട്ട് മിസ് നോക്കിയിട്ടുള്ളൂ. നമ്മള് ടെൻഡൻസി എവിടെ വരെ എടുത്തു ഓർമ്മയുണ്ടോ? കാൽക്കുലേഷൻ റിപ്പീറ്റേഷൻ അത് സ്റ്റാർട്ട് ചെയ്യണം മാം, അവിടം വരെ എടുത്തു. കാൽക്കുലേഷൻ പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല, അത് പറയണേ. അതിന് മുമ്പുള്ളത് വരെ എടുത്തു. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എടുത്തു. അവിടം വരെ എടുത്തു. അതെ, കാൽക്കുലേഷൻ മൂലം എടുക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ല അല്ലെ? ലൈഫിലേക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാലറി ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന പണിയാണെങ്കിലും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സ്വത്ത് പോലെ ഡെയിലി എന്താണ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു ദിവസം എത്രത്തോളം ചെലവ് വേണം നമ്മൾ ചിന്തിക്കാറുണ്ട്. മന്ത്ലി കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. മന്ത്ലി കാൽക്കുലേഷൻ ചെയ്യും. ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? മന്ത്ലി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് നമുക്ക് മാറ്റി വെക്കാനുള്ളത്, നമുക്ക് എത്രയാണ് സ്പെൻഡ് ചെയ്യാനുള്ളത്, ഇതിന്റെ നമ്മളൊരു മന്ത്ലി ഒരു റഫ് ആയിട്ടൊരു കാൽക്കുലേറ്റ് നമ്മൾ ചെയ്തിടും. എത്ര സേവിങ്ങിലാക്കണം, സേവിങ്ങിലാക്കണമെങ്കിൽ അങ്ങനെ. അതെ. ഇനി അത് നമ്മുടെ വലിയ വലിയ കണക്കൂട്ടുകളാണ്. കുറച്ചുകൂടി നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്പർ കാൽക്കുലേറ്റ് തുടങ്ങിയെന്ന് ആലോചിച്ചു. എങ്ങനെയാണ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് പഠിച്ചു അവരെന്താണ് ഏതൊക്കെ നമ്പേഴ്സ് എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള അതായത് നമ്മുടെ ആദ്യം നമ്പർ പഠിച്ചതിന് ശേഷം ബാക്കിയുടെ കാൽക്കുലേഷൻ ഫോംസിലേക്ക് പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ ഒക്കെ പറഞ്ഞ് നമുക്ക് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ഏറ്റവും മുമ്പുള്ള ഫൗണ്ടേഷൻ എന്താണ്?
അതിന്റെ ഓർഡർ ക്രമമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അല്ലെ. യെസ്. ഇനി അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ ആദ്യം അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്പേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ ആദ്യം പഠിക്കുന്നത് എന്താണ്, അതെങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം പഠിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ സൈസസ് മനസ്സിലാക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സിന്റെ സൈസസ് മനസ്സിലാക്കുന്നത് കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് സൈൻസ്. നമുക്കറിയാം ഇതിൽ പഠിക്കുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് പഠിക്കുന്നുണ്ട്. ഇതില് നമ്മൾ നോർമലി അതിപ്പോ ട്രയാങ്കിൾ മാത്രമല്ല ഇവിടെ കുറെ പ്രിസം ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓവൽ ഷേപ്സുകള്, ട്രയാങ്കിൾ പ്രിസം, അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽസിന് വന്ന് നോക്കി കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടിട്ടുണ്ടാവും അല്ലെ, മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഷേപ്സിന്റെ മെറ്റീരിയൽസ്. ഓക്കെ. യെസ്. അപ്പൊ അതൊക്കെ സൈസ് കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കുന്നത് ഈ ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ വെയിറ്റ് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. വെയിറ്റ് ഒരു വസ്തുവിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് മനസ്സിലാക്കുന്നത് കാൽക്കുലേഷന്റെ ഭാഗമായിട്ടല്ലേ. എത്രത്തോളമാണ് അതിന് വെയിറ്റ് വരുന്നത്. നിങ്ങൾ ആദ്യം എന്താണ് പിടിച്ചുകൊണ്ട് ഇതൊക്കെ വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. കൂടുതലാണോ കുറവാണോ അല്ലെ. അത് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് നോക്കുന്നത്, അളവുകള്, മെഷർമെന്റ്സുകള്, ഇതൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്താണ്, കാൽക്കുലേഷൻ എന്നൊരു ടെൻഡൻസി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. ഇത് നമ്മളുടെ ഒപ്പം വളരുന്ന ഒരു ടെൻഡൻസിയാണ് അല്ലെ. കാൽക്കുലേഷൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും നമുക്ക് ഓരോന്നുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനിൽ നിൽക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു പ്രവണതയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ കളേഴ്സുകൾ മനസ്സിലാക്കുന്നത്. അത് ഇന്ന കളർ ആയിരിക്കും എന്ന് കുട്ടികൾ മനസ്സിൽ കണക്ക് കൂട്ടിയതിനു ശേഷമാണ് അത് ഇന്ന കളർ ആണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ പറയുന്നത്. ഇതെല്ലാം കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ സമയം അല്ലെ. കാൽക്കുലേഷന്റെ ഭാഗമല്ലേ സമയം. ആണോ? ടൈം. ക്ലോക്കിൽ നോക്കി കുട്ടികള് ടൈം പഠിക്കുന്നത് ആണോ? യെസ്. അപ്പൊ അവര് കാൽക്കുലേഷൻ ഏകദേശം തേർഡ് ക്ലാസ് ഒക്കെ ആവുമ്പോൾ എല്ലാ കുട്ടികൾക്കും തേർഡ് ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലൈക് തേർഡ് ക്ലാസ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് കൗണ്ടിങ്. different types of materials for calculations we can share. Okay. Yes. Yes. അപ്പോൾ നമ്മുടെ മോണ്ടിസോറി കണ്ടതിന്റെ ഏറ്റവും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടെൻഡൻസി ആണ് മനുഷ്യന്റെ കാൽക്കുലേഷൻ അഥവാ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് ചെറിയ ബ്രീഫ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ അല്ലെ. കാരണം എന്താണ്, നമ്മുടെ എൻഡ് ഓഫ് ദ ലൈഫ് അതായത് സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മളുടെ എല്ലാ കാര്യത്തിലും, അതായത് ഇപ്പൊ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എന്താണ് ഓരോ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി നമുക്കറിയാൻ എത്ര സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്, വ്യക്തമായ ഒരു കണക്ക് കൂട്ടൽ നമുക്ക് ഉണ്ടാവും. എന്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉള്ളൂ, അതിനനുസരിച്ചുള്ള മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലെ. യെസ്. ഇനി മാത്സ് കണക്ക് കൂട്ടൽ ഉദ്ദേശിക്കുന്നത് കാൽക്കുലേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പൈസ കൊണ്ടുള്ളത് മാത്രമാണോ കാൽക്കുലേഷൻ പറയുന്നത്? അല്ല അല്ല, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ടൈം ചെയ്യണമെന്നൊരു കാൽക്കുലേഷൻ കാര്യങ്ങൾ സിറ്റുവേഷൻ ബേസ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് മുഴുവനായിട്ട് നമ്മൾ മാത്സ് ആയിട്ടല്ല പറയുന്നത് അല്ലെ. അതായത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നത് വ്യക്തമായ രീതി നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് പ്രോബ്ലംസ് ആണെങ്കിൽ കാര്യങ്ങളാണ് അത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവിക പ്രവണതയാണ്. എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സോട് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് മനുഷ്യരിലുള്ള ഒരു പ്രധാന ടെൻഡൻസിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? റിപ്പീറ്റേഷൻ. നെക്സ്റ്റ് ടെൻഡൻസിയാണ് റിപ്പീറ്റേഷൻ. ആവർത്തനം. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ എന്തോ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് പോലെ വരുന്നു, എനിക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു സംശയം. അതോ അവിടെ മാമിന്റെ വോയിസ് ലോ ആണ്. ഞാൻ വിചാരിച്ച ആദ്യം എന്റെ ഫോണിന്റെ ഇത് ലോ ആയിട്ടായിരിക്കും. അവിടുന്ന് മാം സംസാരിക്കുന്ന സൗണ്ട് സൗണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ വിചാരിച്ച എന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ഓക്കെ മാം. കേൾക്കുന്നുണ്ട്. ചില സമയത്ത് ഇറക്കുണ്ട്. എന്തുണ്ടെന്ന് ലോ ആയി പോകുന്നു.
കാറ്റടിക്കുന്നു. പറയട്ടെ, ഞാൻ പറയട്ടെ. ഫാൻ ഇട്ടിട്ടുണ്ട്, ഫാനിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തിപ്പോ. അല്ല, ഇവിടെ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഓഫ് ചെയ്യണ്ട മാം. മാം മാം ഫാൻ ഇട്ടോ, ഫാനിന്റെ അല്ലെങ്കിൽ ക്ലാസ് കണ്ടിന്യൂസ് 1 hour എങ്ങനെ ഇരിക്കും? അത് കുഴപ്പമില്ല. അല്ല, ഫാനിന്റെ സൗണ്ട് അല്ല, സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോ മാഡത്തിനല്ലാതെ. ഫാനിന്റെ ശബ്ദമാണ്, ഭയങ്കര ശബ്ദമുണ്ട് അതിന്, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ കേറിയപ്പോ ചോദിക്കണമെന്ന് ഓർത്തതാണത്. ഓക്കെ, അവിടെ ഇടട്ടെ കേട്ടോ. യെസ്, റിപ്പീറ്റേഷൻ നോക്കാം. ആവർത്തനം അല്ലെ. എന്താണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് അതിന്റെ ഒരു അപ്പൊ അടുത്ത ടെൻഡൻസിലേക്ക് എത്തിച്ചേരുന്നത്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിന്. ഓക്കെ, അതും ഒരു ടെൻഡൻസിയാണ്. അപ്പൊ റിപ്പീറ്റേഷനിലൂടെയാണ് പെർഫെക്ഷൻ എന്ന ടെൻഡൻസിയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യൂരിയോസിറ്റി എന്നൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി ഉള്ളത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 അത് കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? എല്ലാ ടെൻഡൻസിയും തമ്മിൽ ഇന്റർ റിലേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും എല്ലാം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഷൻ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഇപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിലാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്നത് അല്ലെ. നമ്മളെക്കാൾ കൂടുതൽ റിപ്പീറ്റേഷൻ വരുന്ന ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ് അല്ലെ, മുതിർന്നവരെക്കാൾ കൂടുതൽ. എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത്? റിപ്പീറ്റേഷൻ ചെയ്യുന്ന എന്തിലൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഒരു കാര്യം എക്സ്പ്ലോർ റിപ്പീറ്റേഷൻ ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ ടോയ് അവർ സെറ്റ് ചെയ്യുമ്പോൾ അത് അവർ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്തു, അത് അവരുടെ കയ്യിൽ പറ്റുന്നില്ലെങ്കിൽ. അതുപോലെ അവര് എന്താ പറയണ്ടേ, അവരൊരു കാര്യം ഇപ്പൊ സംതിങ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കുടിക്കാൻ എടുക്കുന്ന, ഇതിലെല്ലാത്തിലും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അവർ വീണ്ടും അതിനെ ക്ലിയർ ചെയ്തു, പിന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പം ഈ ഒരു ഉള്ള കുട്ടി ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ചെയ്യുമ്പോ 2 സോക്സ് ഒരുപോലെ ഇരിക്കില്ല, പിന്നെ ശരിയാവും ചെയ്യാമെന്ന് പറയും. ഓക്കെ, യെസ്. ഇപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർ കൂടുതലായിട്ടും കളികളിലാണ് അല്ലെ. എന്തെങ്കിലും കളിക്കുമ്പോഴാണ് അത് എന്തെങ്കിലും അത് പിന്നെയും പിന്നെയും ചെയ്ത് നോക്കുന്നത് ഏറ്റവും കൂടുതൽ കളിക്കുന്ന സമയത്താണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി, പ്രധാനമായിട്ട് ഈ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സുകൾ ചെയ്യില്ലേ, ബിൽഡിംഗ് ബ്ലോക്സുകൾ ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും? പല പല ബോഡീസുകൾ അവർ തയ്യാറാക്കും അല്ലെ. പല ഷേപ്സില്, പല രീതിയില്, നമ്മൾക്ക് പോലും അറിയാത്ത രീതിയിൽ അവർ എന്ത് ചെയ്യും? പല ഫോംസുകൾ റെഡിയാക്കിക്കൊണ്ടുവരും. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് സംഭവിക്കുന്നത്? അവരത് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുന്നുണ്ട് അല്ലെ. വീണ്ടും വീണ്ടും പല പല ബ്ലോക്സുകൾ എടുത്തിട്ട് പല ഷേപ്സ് സെറ്റ് ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണെങ്കിലും അതിനെ ആവർത്തിച്ച് മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു ടെൻഡൻസി മനുഷ്യനുള്ള ടെൻഡൻസി ആണതല്ലേ. ഇനി നമ്മളിപ്പോ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷ് നിങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെ പ്രിപ്പയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട ഒരു കറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസം അത് ശരിയായില്ല, പിന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യും? അടുത്ത ദിവസം കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ എന്താണ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ നോക്കും. പക്ഷെ അന്നും ഉണ്ടാക്കിയപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയത് ശരിയായില്ല, പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും അല്ലെ. നിങ്ങൾക്ക് ഒരു മൂഡ് തോന്നുന്ന സമയത്ത് പിന്നെ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അത് ഏറ്റവും നല്ലൊരു ഡിഷാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും ആവർത്തിച്ച് പ്രിപ്പയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ട് മാറും അല്ലെ. എല്ലാ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഡിഷായിട്ട് മാറും അല്ലെ. യെസ്, ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ. ഓക്കെ, മനുഷ്യനിൽ എന്ത് കാര്യത്തിലാണെങ്കിലും എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ആക്ടിങ് നോക്കിക്കോട്ടെ, ആക്ടിങ് ചെയ്യല്ലേ, ഇപ്പൊ സിനിമയിലെ അഭിനയം എന്ന് പറയുന്നത് റിപ്പീറ്റേഷന്റെ ഭാഗമായിട്ടാണ് അവർ പൂർണ്ണമായിട്ടൊരു ആദ്യത്തെ സീക്വൻസ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ഷോട്ട് കറക്റ്റ് ആവണമെങ്കിൽ എന്താണ്? ഇപ്പൊ ആദ്യം ഒരു ഡയലോഗ് കൊടുത്തു, പല പ്രാവശ്യം അവർ അഭിനയിച്ചു, എന്നിട്ടും ശരിയായില്ല. പിന്നീട് എന്ത് ചെയ്യും? റീടേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കല്ല. റീടേക്ക് ചെയ്ത് ഒരു 20 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. 25ാമത്തെ ഷോട്ടിലായിരിക്കും പെർഫെക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ ആ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്താണ്? റിപ്പീറ്റേഷൻ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. റിപ്പീറ്റേഷനിലൂടെയാണ് ഒരു ആക്ടർ ആ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇനി ഹൈ ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് എന്താണ്? 1-2 പ്രാവശ്യം മാത്രം ഒരു ആവർത്തനം മതി അല്ലെ. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരെന്ത് ചെയ്യും? അത്യാവശ്യം ടേക്ക് എടുത്തെടുത്ത്, അല്ലെങ്കിൽ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് അവർക്ക് വന്നതെങ്കിൽ ആൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അതിന് വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ കൊടുത്തിട്ടാണ് അതിൽ ആ ഒരു പെർഫെക്ഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് ഏത് മേഖലയിൽ എടുത്താലും, ഇപ്പൊ സാഹിത്യകാരന്മാരെടുത്താലും ഇപ്പൊ ഒരു കവിത എഴുതുമ്പോൾ ആദ്യം 5 ലൈൻ എഴുതി, 5 ലൈൻ ശരിയായി,
കീറിക്കളഞ്ഞു, പിന്നെയും എഴുതും. അങ്ങനെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള പ്രാവശ്യം എഴുതിയതിനു ശേഷമാണ് നല്ലൊരു കവിതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി നേരെ സമയം ഒരൊറ്റ കവിതകൾ പെട്ടെന്നുള്ള ഒരു സമയം കൊണ്ടും എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിലും എന്താണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റേഷൻ എന്നൊരു ടെൻഡൻസി നമ്മളിൽ പൂർണ്ണമായിട്ടും നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും ലൈഫിന്റെ ഏത് ആസ്പെക്ട്സ് ആണെങ്കിലും അക്കാദമിക് ഏരിയാസിന് പേഴ്സണൽ ലൈഫ് ആണെങ്കിലും എന്താണ്, ഈ റിപ്പീറ്റേഷൻ എന്നൊരു ടെൻഡൻസി എല്ലാ മനുഷ്യരിലും ഒളിഞ്ഞിരിക്കുന്നു. ഓക്കെ, യെസ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലാണ്. ഓക്കെ, അവർക്കത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കളികളൊക്കെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് റിപ്പീറ്റേഷൻ. ക്ലിയർ ആണോ? Then concentration, നെക്സ്റ്റ് ടെൻഡൻസി ആണ് കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ, അറ്റൻഷൻ ഒക്കെ പറയുന്നത്? ഏകാഗ്രത. ഈ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവരിലും ഉണ്ടോ? എല്ലാവരിലും ഉണ്ട്, പല അളവിലാണെന്ന് മാത്രം, അല്ലെ? എല്ലാവരിലും ഉണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺസെൻട്രേഷൻ നമ്മൾ ഇന്നലെ PG ക്ലാസ്സിലും പറഞ്ഞു, അല്ലെ? ടെൻഷൻ എത്ര സമയം പിടിച്ചു വെക്കാന്നല്ലേ റസ്മിന? അതെ, ടെൻഷൻ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ ഈ റിപ്പീറ്റേഷൻ എന്ന ടെൻഡൻസി ആവശ്യമുണ്ടോ? കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ റിപ്പീറ്റേഷൻ എന്ന ടെൻഡൻസി വേണോ? വേണം. ക്യൂരിയോസിറ്റി വേണോ? വേണം. പെർഫെക്ഷൻ വേണോ? വേണം. എക്സ്പ്ലോറേഷൻ വേണോ? കോൺസെൻട്രേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അത് എക്സ്പ്ലോർ ചെയ്യാനും ക്യൂരിയോസിറ്റിയോടെ നോക്കാനും, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് വളരെ, അതായത് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ അവിടെ കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ വരുന്നത്? കുട്ടികളില് ക്യൂരിയോസിറ്റി വേണം. ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓൾറെഡി ക്യൂരിയോസിറ്റി കുട്ടികളിൽ കൂടുതലാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ പെർഫെക്ഷൻ വരും. വെരി ഗുഡ്, യെസ്. അപ്പൊ നമ്മള് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് ഏരിയാസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോ നമ്മുടെ നോർമൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ പല ആളുകളിലും പല രീതിയിലാണ് കോൺസെൻട്രേഷൻ. ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ടെൻഡൻസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിലർ അവരുടെ പ്രൊഫഷൻ ആയിരിക്കും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ പ്രൊഫഷൻ. ടീച്ചിങ്ങിനായിരിക്കും. ഇനി ചിലരുടെ ഹോബീസിന് കോൺസെൻട്രേഷൻ കൊടുക്കും, അല്ലെ? ഇഷ്ടപ്പെട്ട ഹോബീസിലുള്ള ആൾക്കാരുണ്ട്, അല്ലെ? ഡാൻസിങ്, മ്യൂസിക്, അങ്ങനെ ഡ്രോയിങ് തുടങ്ങി ഹോബീസിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നവരുണ്ട്. ചിലവർക്ക് എന്താണ്, പണം ഒരു കോൺസെൻട്രേഷൻ, മണി, വെൽത്ത്, അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ ചിലരെന്താണ്, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, ബ്യൂട്ടിക്ക് മാത്രമാണ് ശ്രദ്ധ, ശരീരത്തിനും സൗന്ദര്യത്തിനും മാത്രം ശ്രദ്ധ കൊടുക്കുന്നവരുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെ? ഹെൽത്തിന് മാത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് പല മേഖലകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മറ്റു തലങ്ങളിൽ, അതായത് ജീവിതത്തിന് മറ്റു തലങ്ങളിൽ ഇങ്ങനെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന പല വിഭാഗങ്ങളിലായിട്ട്, പല ആസ്പെക്ട്സുകളായിട്ട് നമ്മൾ എന്ത് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, ഹോബീസ് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പല വിധത്തിലെ ആൾക്കാരുണ്ട്, പല രീതിയിലാണ് ഓരോരുത്തരിലും കോൺസെൻട്രേഷൻ ലെവൽ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തായിരിക്കും ഈ ശ്രദ്ധ എന്ന് പറയുന്നത്? എന്തോ ഒരു കാര്യം അത് വ്യക്തമായിട്ട് ചെയ്തു തീർക്കണം, അല്ലെ? വ്യക്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡി, മൈൻഡ് ഫുള്ളായിട്ട് അതായത് ഫിസിക്കൽ പ്രസൻസും മെന്റൽ പ്രസൻസും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ കോൺസെൻട്രേഷൻ ഉണ്ടാവും, അല്ലെ? വെറുതെ ബോഡി മാത്രം അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. മെയിൻ ആയിട്ട് എന്ത് വേണം? ബോഡി, മെന്റലായിട്ട് അതായത് നമ്മൾ മെന്റലി ആബ്സെന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെ? മെന്റലി ആബ്സെന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോ രണ്ടും വേണം. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും വേണം, മെന്റൽ സ്ട്രെങ്ത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ വ്യക്തമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തോ ഒരു കാര്യം നമ്മൾ അത് ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്തിലേക്ക് ഈ ഒരു പ്രവണത നമ്മളിൽ ഉടലെടുക്കുന്നത്, ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറയാൻ എന്താണ്, സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന കുട്ടികളില്ലേ? സ്റ്റിച്ചിങ്, അതായത് ഇപ്പൊ നിങ്ങൾ വലിയ ആൾക്കാരെ നോക്കുകയാണെങ്കിലും ചുരിദാർ, അല്ലെങ്കിൽ ടോപ്സുകൾ, അംബ്രല്ല, അല്ലെങ്കിൽ പല ടൈപ്സ് ഓഫ് വെറൈറ്റി അടിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ പവറാണ്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം, ഭയങ്കര ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയയുടെ ഭാഗമായിട്ടാണ് അവരത് ചിലപ്പോ അതിന്റെ നെക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു
ആ ഡ്രസ്സിന് അവരെന്തെങ്കിലും ഒരു ഐഡിയ കണ്ടിട്ടുണ്ടാവില്ല. ആ ഐഡിയയിലേക്ക്, അത് അവരുടെ മനസ്സിൽ വന്ന ഐഡിയയിലേക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ അവർ വ്യക്തമായിട്ട് അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നത് തയ്ച്ചാൽ മാത്രമേ അവർക്കത് പൂർണ്ണത പ്രത്യേകിച്ച് നമ്മള് വെട്ടുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധ കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തീരും. തയ്ച്ചതാൽ നമുക്ക് അഴിച്ച് പണിയാൻ ചെയ്യാം, വെട്ടുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. ഓക്കെ, സ്വരൂപ് സ്റ്റിച്ചിങ്ങിന്റെ ആളാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യും. ചെയ്യും. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവരത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മാക്സിമം അവരുടെ കോൺസെൻട്രേഷൻ അവർ കൊടുക്കും അല്ലെ. അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും, അത് ചെയ്യാൻ വേണ്ടി അവർ ഇരുന്നിരുന്നത് പൂർണ്ണമായിട്ട് അത് ചെയ്തു തീർക്കും അല്ലെ. അപ്പൊ അവരുടെ പൂർണ്ണമായ ഒരു അറ്റൻഷൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കുഞ്ഞ് അവിടെ ഇവിടേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ എന്താണ്, അത് ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു വർക്ക് ആയിരിക്കും അല്ലെ. അവിടെ ഇവിടെ നോക്കിയിരുന്നത് ചെയ്യുന്നില്ല കുഞ്ഞ്. ഓക്കെ, അപ്പൊ അവന്റെ ഫുൾ പ്രസൻസ് അവിടെ വന്നത് കൊണ്ടാണ്, അതിന്റെ മെന്റലി ഫിസിക്കലി പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് കോൺസെൻട്രേഷൻ ആ ഒരു ടെൻഡൻസി അവരെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോ അടുത്തൊരു ടെൻഡൻസി ആണല്ലോ കോൺസെൻട്രേഷൻ അഥവാ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. സെൽഫ് കൺട്രോൾ എന്താണ്? സെൽഫ് കൺട്രോൾ സ്വയം നിയന്ത്രണം അല്ലെ, ആണോ? അതെ, നമ്മളെല്ലാം സെൽഫ് കൺട്രോൾഡ് ആണോ? ചില നിമിഷങ്ങളിലെ കൺട്രോൾ പോകും. ചില നിമിഷങ്ങളിൽ അല്ലെ. നമ്മൾ പറയാറുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്തു തീർക്കണമെന്ന് പറയാറുണ്ട്. അത് എപ്പോഴും നമുക്ക് പറ്റാറില്ല. എന്താണ്, നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള നേച്ചർ ആയതുകൊണ്ട്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ചലനാത്മക സ്വഭാവമാണ് അല്ലെ. നമ്മുടെ സ്വഭാവം എപ്പോഴെപ്പോഴും മൈൻഡ് എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ അതായത് ഈ ഒരു നിയന്ത്രണം, ഈ ഒരു കൺട്രോൾ കിട്ടാന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടൊന്നല്ല ഇരിക്കുന്നത് അല്ലെ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അതിനകത്ത് ഒരു ഇമോഷൻസിൽ നമ്മൾ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയുമില്ല അല്ലെ. ഹാപ്പി എന്ന മൊമെന്റോ അല്ലെങ്കിൽ സാഡസ്റ്റ് ആയിട്ടുള്ള മൊമെന്റോ എപ്പോഴും നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാറില്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും എന്താണ്, നമുക്കൊരു സ്വാഭാവിക പ്രവണതയുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചില ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സെൽഫ് കൺട്രോൾ ചെയ്യാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്കൂൾ സെറ്റിംഗിൽ കുഞ്ഞുങ്ങൾക്ക് അറിയാം ക്ലാസ്സിലാണ്, ക്ലാസ് റൂമിലാണ്, ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു കുട്ടികളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇമോഷണലി എന്തെങ്കിലും വന്നാൽ പോലും എന്താണ്, കുഞ്ഞുങ്ങൾ അതിനെ കൺട്രോൾ ചെയ്തിരിക്കാറുണ്ട് അല്ലെ. വീട്ടിൽ കാണിക്കുന്ന അതേ ഫോർമാറ്റ് ചിലപ്പോൾ കാണിക്കില്ല അല്ലെ. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെ, അതായത് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന കുഞ്ഞുങ്ങൾ അതിനെ അടക്കി പിടിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുമെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അവരെ കൺട്രോൾ ചെയ്യണം. അവരത് അറിയാതെയും ചിലപ്പോൾ ടീച്ചറിനൊക്കെ മനസ്സിലാവും കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്താ വിഷമിച്ച് നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കുഞ്ഞുങ്ങൾ അത് കൺട്രോൾ ചെയ്യും. അതായത് അവർക്ക് അവരുടെ ആ ഒരു ചെറിയ വയസ്സിൽ തന്നെ എന്തുണ്ട്, അതിങ്ങനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വിടും അല്ലെ, സ്കൂളിൽ ചെന്നാല് അങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണൊക്കെയാണ് അമ്മമാര് പറഞ്ഞു വിടുന്നത്. ഇനി ചില കുഞ്ഞുങ്ങളെ തന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, എപ്പോഴും അല്ല. ചില കാര്യങ്ങളിൽ കുട്ടികൾ എന്ത് ചെയ്യും, സെൽഫ് കൺട്രോൾ ചെയ്യാറുണ്ട്. ഇനി മാം, ഞാനിപ്പം ട്രെയിനിങ്ങിന് പോയായിരുന്നു. കഴിഞ്ഞു 1 month ട്രെയിനിങ് ആയിരുന്നു, കഴിഞ്ഞു. അപ്പം ഒരു UKG പഠിക്കുന്ന കൊച്ചുങ്ങളും ഈ മൺഡേ ആവുമ്പം തിങ്കളാഴ്ച ആവുമ്പം ഭയങ്കര വിഷമമായിരിക്കും. നമ്മൾ ചോദിക്കണം, പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. അവര് നല്ലതുപോലെ ചില പിള്ളേരുണ്ട് അങ്ങ് സങ്കടം വന്ന് പൊട്ടാനായിട്ടിരിക്കും. അപ്പൊ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ അങ്ങ് പൊട്ടിപ്പോവും. അമ്മയെ കാണണം എന്ന് പറയും. തിങ്കളാഴ്ച ആവുമ്പോ എല്ലാവർക്കും ഒരു ഇതാ ക്ലാസ്സിൽ ഇരിക്കാൻ, അവർക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയും. ചില പിള്ളേര് ഭയങ്കര വാശിയാ. അവരെ പിന്നെ സിസ്റ്റർ മറ്റേ പ്രിൻസിപ്പൾ ഉണ്ട്, അവരുടെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ കുറെ കഴിയുമ്പോ അങ്ങ് മാറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ കുട്ടികളോട് ടീച്ചർ ഇടയ്ക്കൊക്കെ ദേഷ്യപ്പെടാറുണ്ട് അല്ലെ. തിരിച്ചു കുട്ടികള് ടീച്ചറിനോട് ദേഷ്യപ്പെടോ? ഇല്ല. ചെയ്യോ? ചെയ്യൂല അല്ലെ. കൺട്രോൾ ചെയ്യണം അല്ലെ. അവർക്ക് സെൽഫ് കൺട്രോളിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞു കാലഘട്ടങ്ങളിൽ തുടങ്ങുന്ന ഒരു ടെൻഡൻസിയാണ് കേട്ടോ. കുട്ടികൾക്ക് അറിയാം അത് അധ്യാപികയാണ്, അങ്ങനെ തിരിച്ചു പറയാൻ പാടില്ല എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, അപ്പൊ അവരെന്താണ്, അവരവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിനെ അവിടെ നിയന്ത്രിക്കുകയാണ്, വേണ്ട എന്നുള്ളതല്ല. ഓക്കെ, അതേപോലെ തന്നെ ചില മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചിലവര് പാസ്സാവും അല്ലെ, ചിലവര് വിൻ ചെയ്യും, ചിലവരെന്താണ് അതിൽ വിൻ ചെയ്യാറില്ല അല്ലെ.
വേറെ വേറെ താഴ്ന്ന പൊസിഷൻസിലേക്ക് പോകും. ഫസ്റ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, 3rd പൊസിഷൻ ആവാം, 4th പൊസിഷൻ ആവാം. പക്ഷെ എന്നിരുന്നാൽ പോലും കുട്ടികൾ എന്ത് ചെയ്യും, അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യും അല്ലെ. അവിടെ എന്താണ്, എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പാരന്റ്സ് വേണമെങ്കിൽ ചെയ്യുന്നല്ലേ. ഇപ്പൊ കലോത്സവമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, കുട്ടികളത് അവരത് അംഗീകരിക്കും. അതൊക്കെ സെൽഫ് കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്, ദാറ്റ് ഈസ് ഇത്രയേ ഉള്ളൂ. വേറെ എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ പറയാനില്ല. ആത്മനിയന്ത്രണം ഉള്ളത് എപ്പോഴും നമ്മളുടെ ലൈഫിനെ കുറച്ചുകൂടി മികച്ചതാക്കി തീർക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എല്ലാവരും അതൊക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അല്ലെ. നമുക്ക് ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഒക്കെ സെൽഫ് കൺട്രോൾ വെച്ചിട്ട് ഇരിക്കുന്നാല് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല, മനുഷ്യനാണ് അല്ലെ. യെസ്, എന്നിരുന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കുകയാണെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകൾ വരെ നമ്മളിൽ നിന്ന് മാറിപ്പോകും അല്ലെ. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കണം. ചില സമയത്ത് നമ്മളുടെ വാക്കുകളായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മളവിടെ ചെന്ന് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോ പറയണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പറയണ്ടെന്നുള്ള തോന്നൽ വന്നാൽ അവിടെ ആ പ്രശ്നം അവിടെ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇപ്പൊ കരിയറിലാണെങ്കിലും ഒക്കെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. അതായത് നമുക്ക് വേറെ ദോഷങ്ങൾ ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും അത് ദോഷകരമായിട്ട് ബാധിക്കില്ല. യെസ്, സെൽഫ് കൺട്രോൾ. ചില സമയങ്ങളിൽ നമ്മൾ പറയണം എന്ന് വിചാരിച്ച കാര്യം അപ്പൊ പറയാനും സാധിക്കില്ല. പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും അത് അപ്പൊ അവൾ അങ്ങനെ പറയായിരുന്നു വരും. വിചാരിച്ച സമയത്ത് പറയാനും കിട്ടില്ല പല കാര്യങ്ങളും. ശരിയാണ്. ഓക്കെ, ഇനി സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക് എന്നല്ലേ പറഞ്ഞ. വർക്ക് എന്താണ്? വർക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ആണോ? നമ്മൾ വർക്ക് ചെയ്യാറുണ്ടോ? കുട്ടികൾ വർക്ക് ചെയ്യാറുണ്ടോ? നമുക്ക് ഈ വർക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞ എല്ലാ ടെൻഡൻസിയും നമുക്ക് വേണം അല്ലെ. പറഞ്ഞ എല്ലാ ടെൻഡൻസിയും നമുക്ക് വർക്കിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ, റിപ്പീറ്റേഷൻ, കാൽക്കുലേഷൻ, സെൽഫ് കൺട്രോൾ, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് വർക്ക് ആവുള്ളൂ. ഓക്കെ, എന്തായിരിക്കും വർക്ക് അഥവാ ജോലി എന്ന് പറയുന്നത്? മലയാളത്തിൽ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു വർക്ക് എന്ന ഒരു ടെൻഡൻസി മനുഷ്യനിലുള്ളത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് വർക്കിന് സാധിക്കും അല്ലെ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും മികച്ച വികസന തലത്തിലേക്ക് ഏറ്റവും മികച്ച രീതിയിലാണ് എത്തിക്കാനായിട്ട് അവനെ വർക്ക് ചെയ്താൽ എന്താണ്, അവന് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നല്ല ഉണ്ട് അല്ലെ. ഒരു വ്യക്തിയെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് വർക്ക് സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട് മാത്രമാണ് ഉണ്ടാവുന്നത് ഒരു വർക്ക് ചെയ്യുമ്പോൾ? അല്ല, മെന്റൽ എഫേർട്ടും ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരന്റെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലാണ്, എന്നാൽ പോലും മെന്റലും ഉണ്ട് അവിടെ. ഉണ്ട് അല്ലെ. ഇനി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് എടുക്കുകയാണെങ്കിലോ? മെന്റലാണ് കൂടുതൽ, ഫിസിക്കലും ഉണ്ട്. ഫിസിക്കലും ഉണ്ട്, മെന്റലും ഉണ്ട്. അപ്പൊ ഓരോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതൊരു ജോലികളാണെങ്കിലും അതിനെന്താണ്, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അതായത് ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ പ്രധാന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3 to 6 കളിയാണോ? കളി മാത്രമല്ലോ. കുട്ടികളുടെ പ്രധാന വർക്ക് അവരുടെ പഠനമാണ്. അത് വളരെ കുറവാണ്. കളിയാണ്. എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ മാം ഇന്നലെ PG ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺസെൻട്രേഷന്റെ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ മൂഡ് നോക്കിയിരിക്കണം. മൂഡ് നോക്കിയിരുന്ന അവൻ ഉറങ്ങിപ്പോകത്തില്ലോ, അവൻ പഠിക്കില്ല. അതുപോലെ ഇന്നലെ ഞാൻ എന്നിട്ട് എനിക്ക് കുറച്ച് കാർഡ്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നിച്ച് കിടന്നാലേ ഉറങ്ങുള്ളൂ. അപ്പൊ ഞാൻ കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോ എന്റെ കൂടെ വന്നിരുന്നു. അപ്പൊ ഓരോ കാർഡ് എനിക്ക് എടുത്തു തരും, എന്നിട്ട് ഞാനത് കവർ ചെയ്ത് അവന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് അവന് ഇഷ്ടപ്പെട്ട സംഭവമായി. അപ്പൊ ഞാന് ഒരു ട്രിക്ക് എടുത്തു. അവനിക്ക് മാത്സില് ബിഗർ നമ്പർ ഒന്നും പഠിക്കാൻ തുടങ്ങിയില്ല, എന്നാലും അത് വർക്കാവോന്ന് ഇതാക്കേണ്ട ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവനിക്ക് ആ കാർഡ് എനിക്ക് തരേണ്ടത് കൊണ്ട് എന്നെ കേട്ടു.
ആ കാർഡ് ഞാൻ അത് എടുത്ത് കൊടുക്കാൻ ഞാൻ അലോ ചെയ്യേണ്ടത് കൊണ്ട് എന്നെ കേട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് മതി മതി ഇനി ഇത് മതി ഇത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ PG ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, തിയറിയുടെ ബേസ് ആയിട്ട് പറഞ്ഞതാ. ഈ വില്ലിംഗ് ആവുമ്പോൾ മാത്രമാണ് പഠിപ്പിക്കാനിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കുട്ടിയോട് പറയേണ്ടത് എന്താണ്, നിങ്ങളുടെ കുട്ടികളോട് പറയണ്ട, മോൻ എപ്പോഴാണ് പഠിക്കാനിരിക്കേണ്ടതെന്ന് തോന്നുന്നത് അപ്പൊ അമ്മയെ വന്ന് പറയാം, അല്ലെങ്കിൽ ഉമ്മച്ചിയോട് വന്ന് പറയാം, അമ്മച്ചി എനിക്ക് പഠിക്കാനുണ്ട്, ഉമ്മച്ചി എനിക്ക് പഠിക്കാനുണ്ട്, കൂടെ വന്നിരിക്കാനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറയണത്, ഇങ്ങോട് പറയാൻ പറയണം. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നോക്കി, എപ്പോഴെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ആവുമെന്ന് നോക്കാം. അപ്പൊ ഇത് ഓർക്കണം കേട്ടോ, അമ്മ പറഞ്ഞത് ഓർക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോൻ കുറച്ചു നേരമൊക്കെ കളിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരണം കേട്ടോ, പഠിക്കണോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണം. മോൻ ഓക്കെ ആയിരുന്നു, നമ്മൾ കളി ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ് അമ്മയെ പഠിക്കണം, ഇത്ര ഭാഗങ്ങൾ പഠിക്കാണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞു നോക്കും, വർക്ക്ഔട്ട് ആവുമെന്ന് നോക്കാം. ഓക്കെ. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വർക്ക് അവരുടെ പഠനമാണ് അല്ലെ. അവർ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. ഓരോ ക്ലാസ് കഴിയുന്നവരും ഓരോ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ ആ ആ ഒരു ഏജിൽ എന്തൊക്കെ വർക്കാണോ അവർ ചെയ്യേണ്ടത് ചെയ്ത് അവരെ അടുത്ത ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് കിടക്കും. സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ നമ്മൾ 10, 10, 15, 15 വയസ്സ് വരെ ഈ വർക്കോളിക് ആയിട്ടാണ്, വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. ഇനി അവരുടെ പേഴ്സണൽ ലൈഫിലുണ്ട് കേട്ടോ, കുട്ടികളുടെ പഠനം മാത്രമല്ല അവരെ വീട്ടിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, മറ്റു ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എന്താണ് അവരവിടെ ചെയ്യുന്നുണ്ട്. അവർ പർപ്പസ്ഫുൾ ആയിട്ട് അത് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പൊ പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ് നമ്മൾ വർക്ക് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കലും മെന്റലായിട്ട് എല്ലാത്തരം ഇൻവോൾവ്മെന്റോട് ചെയ്ത് തീർക്കുമ്പോൾ മാത്രം അതിനെ വർക്ക് എന്ന് പറയാൻ പറ്റും അല്ലെ. വെറുതെ കാട്ടിക്കുട്ടികളൊന്നും നമ്മള് വർക്ക് എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, എല്ലാ മനുഷ്യനിലും വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. വർക്ക് ചെയ്താലേ നമ്മുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവോ അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ടാവും എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ജീവിതകാലം മുഴുവൻ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ടെൻഡൻസി നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്ത ടെൻഡൻസി ഏതായിരുന്നു? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണോ? പെർഫെക്ഷൻ ആൻഡ് അതെ, യെസ്. അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കംപ്ലീറ്റ് ആക്കുന്നതിനെയാണോ? അല്ല അല്ലെ, പൂർണ്ണമായി ചെയ്തു തീർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണമായിട്ടാണ് നമ്മളെ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. അതിന് പൂർണ്ണത ഉണ്ടാവും അല്ലെ. യെസ്, അതായത് ഒരു കാര്യം തുടങ്ങി അതിന്റെ എല്ലാ വശങ്ങളും പൂർത്തീകരിച്ചാൽ മാത്രമേ ആ ഒരു വർക്കിന് പർപ്പസ് എന്താ പറയാ പെർഫെക്ഷൻ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു ശില്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അദ്ദേഹം പല പ്രാവശ്യം ആ ശില്പങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കൊത്തിക്കുറിക്കാറുണ്ട് അല്ലെ. പല രീതിയിൽ കൊത്തി ഇപ്പൊ കണ്ണ് ശരിയാവും, ഏറ്റവും ലാസ്റ്റ് ആണ് കണ്ണ് ഓപ്പൺ ചെയ്യുന്നത് ലാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ പിക്ചർ വരയ്ക്കുമ്പോഴും അതെ അല്ലെ, നമ്മള് ഇതേപോലുള്ള ശില്പങ്ങളൊക്കെ കൊത്തുമ്പോൾ എങ്ങനെയാണ് കണ്ണ് ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുമ്പോൾ ഒരു സൈഡ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ആ സൈഡ് ഓക്കെ ഉണ്ടാവും. എന്ത് ചെയ്യും? അതിന്റെ ചിത്രത്തിന് ഒരു ഭംഗി വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിന് ഭംഗി വരാണ്ട് പിന്നെയും പിന്നാലെ എന്ത് ചെയ്യും? അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട് ആൾക്ക്, റിപ്പീറ്റേഷൻ ഉണ്ട് ആൾക്ക്, അബ്സ്ട്രാക്ഷൻ ഉണ്ട്, വളരെ ശ്രദ്ധയോടെ യുക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോറേഷൻ ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. പെർഫെക്ഷൻസിലേക്ക് എത്താനായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. അദ്ദേഹം അത് ചെയ്ത് എന്താണ് ലാസ്റ്റ് പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് അയാൾ എത്തിച്ചേരും അല്ലെ. അതായത് എല്ലാ ഫീച്ചേഴ്സ് ആ ശില്പത്തിന്റെ, ഇപ്പൊ ഒരു പ്രതിമ വേണമെങ്കിൽ ആ ശില്പത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും എന്താണ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശില്പമായിട്ട് മാറും അല്ലെ. യെസ്, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ഇനി കുട്ടികളുടെ സംബന്ധിച്ച് എങ്ങനെയാണ് പെർഫെക്ഷനിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത്? കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെർഫെക്ഷനിൽ എത്തിച്ചേരുമോ? ഇല്ല, റിപ്പീറ്റേഷനിലൂടെ അവർക്ക് ഓരോ സ്റ്റേജുകൾ എത്തണം. അവരുടെ സ്റ്റേജുകൾ എത്തിയിട്ട് മാത്രമേ കുട്ടികളെ പെർഫെക്ഷനിൽ എത്തിച്ചേരൂ. ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നത് വരെ അല്ലെങ്കിൽ അതായത് പെർഫെക്റ്റ് ആക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ ആക്ടിവിറ്റി നിരന്തരമായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് റിപ്പീറ്റേഷൻ എന്നാണ്. അതായത് പെർഫെക്ഷനുമായിട്ട് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? റിപ്പീറ്റേഷൻ ഉണ്ട്. റിപ്പീറ്റേഷനിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിലേക്ക് എത്തിച്ചേരുന്നത്? പെർഫെക്ഷനിൽ എത്തിച്ചേരുന്നത് കേട്ടോ. യെസ്, അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പൊ സൂര്യമേഘ പറഞ്ഞില്ലേ, വെട്ടുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിന്റെ ഭംഗി പോകും, അതിന് ഷേപ്പ് ഉണ്ടാവില്ല അല്ലെ. യെസ്, ഓക്കെ, ദാറ്റ് ഈസ് ഇത്. ഈ ഒരു പെർഫെക്ഷൻ നമ്മുടെ ലൈഫില് എൻഡിങ് വരെ ഉണ്ടാവോ? പെർഫെക്ഷൻ എങ്ങനെയാണ്? നമ്മൾ എന്നാണോ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിതത്തിനെ തുടരുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര നാൾ നമ്മൾ വളരെ
എന്താ ഉത്സാഹത്തോടെ നിലനിൽക്കുന്നു. ആ ഒരു കാലഘട്ടം വരെ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഒരു ഏജ് കഴിഞ്ഞ് നമുക്ക് ഈ പെർഫെക്ഷൻ വരുമോ? ഇല്ല, വീണ്ടും കുട്ടികളുടെ ഇതിലേക്ക് പോകും. അതെ, യെസ്. പ്രായമാവുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ക്ഷയം സംഭവിക്കും. അപ്പൊ അതിനനുസരിച്ച് ബലം കുറയും, പെർഫെക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. കുറഞ്ഞു വരും അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ടെൻഡൻസി അല്ല എന്താ പെർഫെക്ഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമം നമുക്ക് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും കുറവുകൾ അതിലുണ്ടായിരിക്കും ലൈഫ് ലോങ് അങ്ങനെ പോകുന്ന സമയത്ത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ് അടുത്ത ടെൻഡൻസി എന്ന് പറയുന്നത്? ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത. എന്താണ് ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല് എന്തെങ്കിലും അതിനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. യെസ് ആണോ? പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുതിയ കണ്ടുപിടുത്തം. നമ്മളിവിടെ സെമിനാറൊക്കെ എടുത്തപ്പോ എല്ലാവരും പല രീതിയിലാണ് ക്ലാസ് എടുത്തത്. അപ്പൊ വനജ ടീച്ചർ ക്ലാസ് എടുത്തപ്പോ കണ്ടില്ലേ, വേറൊരു ക്രിയേഷനിലാണ് ടീച്ചർ എടുത്തത്. ടീച്ചറിന്റേതായ ഒരു സ്റ്റൈലിൽ ടീച്ചറിന്റെ ക്രിയേറ്റിവിറ്റി ആണ് അതല്ലേ? ടീച്ചർ അങ്ങനെയാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും വളരെ രസകരമായിരുന്നു. ഇപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടും കൂടിയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, അതായത് ക്രിയാത്മകമായി എന്തിനൊരു ഭംഗി ഉണ്ടാവും അല്ലെ? യെസ്. അപ്പൊ നമ്മളുടെ ഇപ്പോ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇപ്പോ ഒരു എന്താ പറയാ സംഗീത ലോകമൊക്കെ എടുത്താൽ, അഭിനയ ലോകം എടുത്താൽ ഇതെല്ലാം ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടല്ലേ രൂപപ്പെട്ടിരിക്കുന്നത്. നല്ല പാട്ടുകള്, നല്ല ക്രിയേഷൻ, നല്ല രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ടാണ് ആ പാട്ടുകൾ ഉണ്ടായത് അല്ലെ? നമ്മുടെ ഓൾഡ് മെലഡീസ്, 80s മെലഡീസ്, 90s മെലഡീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ പാട്ടുകളുടെ ഒക്കെ ഭംഗി എന്താണ്? ആ സംഗീത സംവിധായകരുടെ അല്ലെങ്കിൽ രചയിതാവിന്റെ ക്രിയേഷനിൽ ഉൾപ്പെട്ടിരുന്ന വരികളാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ അതിൽ സംഗീതം ചെയ്ത മ്യൂസിക് അല്ലെ, സംഗീതത്തിന് സംവിധാനം ചെയ്ത വ്യക്തികളുണ്ട്. അവരുടെ ആ ഒരു ക്രിയേഷൻ അനുസരിച്ചാണ് ടൂൺ പോലും ഉണ്ടായത് അല്ലെ? ആ ഒരു ടൂൺ ഇല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു ഗാനം ആസ്വദിക്കാൻ പറ്റുമായിരുന്നോ? ഓക്കെ, അത് നമ്മുടെ കുറച്ചുകൂടി വരെ ഇപ്പൊ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തുന്നതിനെയാണ് ക്രിയാത്മകത എന്ന് പറയുന്നത് അല്ലെ? പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തി, അതായത് എല്ലാവരും സെമിനാർ ചെയ്യും, പക്ഷെ ആ സെമിനാർ ചെയ്യണമെങ്കിൽ ഒരാൾ മാത്രം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചെയ്യും. അയാൾ എന്താ കാണിച്ചത്? അപ്പോ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലെ? അതെ, യെസ്. ഓക്കെ, പിന്നെ കുട്ടികളിൽ എങ്ങനെയായിരിക്കും നമുക്ക് പറയുന്നത്? ഇപ്പൊ ആർട്ട്, മ്യൂസിക്, സ്റ്റോറീസ് ഇതിലെല്ലാം എന്തുണ്ട്? ക്രിയേറ്റീവ് ആയിട്ടുണ്ട് അല്ലെ? ഇത് പലതരത്തിലാണ്, പല ആളുകളിൽ പല രീതിയിലാണ് ക്രിയേറ്റിവിറ്റി എന്നൊരു ടെൻഡൻസി ഉടലെടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും അല്ലെ? നല്ലോണം പടം വരയ്ക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അത് അവർക്ക് എന്തോള്ളത് കൊണ്ടാണ്? നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ കളറിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കുട്ടികളെ തീം കൊടുത്താൽ ആ തീം ബേസ് ചെയ്ത് കളർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അവിടെയൊക്കെ എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു ടെൻഡൻസി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, നിങ്ങൾ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒരുങ്ങാൻ പോവാണ്, ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തോ ഏറ്റവും ഭംഗിയായിട്ട് സാരി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കും അല്ലെ? ഏറ്റവും ഭംഗിയായിട്ട് സാരി എടുക്കണം, നന്നായിട്ട് മുടി കെട്ടണം, കണ്ണുകൾ നല്ല ഭംഗിയായിട്ട് എഴുതണം, നല്ല അല്ലെങ്കിൽ നല്ല കളർ കോമ്പിനേഷൻ ഉള്ളൊരു ഡ്രസ്സ് ഇടണമെന്ന് നിങ്ങൾ അന്നേ തീരുമാനിക്കും. എന്റെ അനിയന്റെ കല്യാണമാണ്, അനിയന്റെ കല്യാണത്തിന് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് റെഡി ആവണം. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷെ ക്രിയേറ്റിവിറ്റി ഏറ്റവും സെറ്റ് ആവണമെങ്കിൽ എന്താണ്? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഉദ്ദേശിച്ച ഭംഗിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുള്ളൂ അല്ലെ? നമ്മൾ വീഡിയോയിൽ കാണാറില്ലേ, റിയാലിറ്റി ഇങ്ങനെയായിരിക്കും, നമ്മുടെ ചിന്ത ഐശ്വര്യ റായ് പോലെ ആവണമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലെ? പക്ഷെ അതിന് പകുതിയെങ്കിലും എത്തും, പകുതിയെങ്കിലും എത്താൻ പറ്റണം. യെസ്. അപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് എന്തുണ്ട്? ക്രിയേറ്റിവിറ്റി. തമാശ, കോമഡി ഐറ്റംസ് ചെയ്യുന്നവരില്ലേ, കോമഡി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ടെൻഡൻസിയാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റീവ് ആണ് അവർ. സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കൊടുത്ത് അപ്പൊ തന്നെ അതിനെ പറ്റി ഇതിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നമ്മുടെ നാടകം, അങ്ങനെ ഏത് മേഖലയിൽ, ജീവിതത്തിന്റെ ഏത് മേഖല, അക്കാദമിക്കും അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്? എല്ലാത്തിലും ക്രിയേറ്റിവിറ്റീസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതൊരു മനുഷ്യനെ ഉടലെടുത്ത് നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ്, ഏറ്റവും നല്ലൊരു ടെൻഡൻസിയാണ്, പ്രവണതയാണ്. മോണ്ടിസോറി കണ്ടെത്തിയതിൽ മോണ്ടിസോറിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെൻഡൻസി കൂടിയാണെന്നാണ് പറയുന്നത് ക്രിയേറ്റിവിറ്റി. കാരണം ക്രിയേറ്റീവ് ആയിട്ട് അത് എന്ത് വേണമെങ്കിലും നമുക്ക്, അതായത്
പുതിയ കാര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്, ഒന്നിന്റെ ആവർത്തനമല്ല അല്ലെ. പുതിയതായിട്ട് എന്താണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. യെസ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ്, ഇൻഡിപെൻഡൻസ്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, മാനിപ്പുലേഷൻ ഉണ്ട്, ഇൻഡിപെൻഡൻസ്. മാനിപ്പുലേഷൻ അവിടെ ഇല്ല, റിപ്പീറ്റേഷൻ ഇങ്ങനെ കിടക്കായിരുന്നില്ല, അത് മാറ്റി തന്നാണ് ഡിഫറൻറ്റ്. എന്തായിരിക്കും ഇൻഡിപെൻഡൻസ്? എല്ലാവരും ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ആണോ? എന്താണ്? മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ്. പറഞ്ഞു അതന്നെ പറഞ്ഞ സ്റ്റാൻഡ്സ് അലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ഒരു ഇത്, ഒരു കഴിവ്. ഏറ്റവും ചെറിയൊരു ഡെഫിനിഷൻ ആണ് പറഞ്ഞത്, സ്റ്റാൻഡ്സ്. അത് തന്നെയാണ് അല്ലെ. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട, ആരും വേണ്ട, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം അല്ലെ. ഒറ്റയ്ക്ക് നിൽക്കാമെങ്കിൽ പോലും എന്താണ്, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ പോലും നമ്മൾ എന്താണ്, എപ്പോഴും ഒരു സ്വതന്ത്രമായ ഒരു ഫീലിംഗ് ഉണ്ടാവുമ്പോൾ മാത്രമേ ആരെങ്കിലും കൂടെ ഉണ്ടായിട്ടും കാര്യമുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെയും ആശ്രയിക്കാതെയും അതേപോലെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നത് നമ്മൾ ഇൻഡിപെൻഡൻസ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ? അവർ ഡിപെൻഡന്റ് ആണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു, വേണ്ട ഇച്ചിരി വലുതായാലാണ് ഇൻഡിപെൻഡൻസ് കുറയെന്ന് തോന്നുന്നു. എന്റെ മോക്ക് ഇപ്പൊ അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ ചോദിക്കും, പക്ഷെ മോനെല്ലാം ഒറ്റക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ അത് ശരിയാണ്. ആദ്യകാലങ്ങളിൽ അങ്ങനെയാണ്, വളരുന്നതിനനുസരിച്ച് എന്താണ് ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും. ആശ്രയമാണ് നമ്മൾ മാറ്റിയിരിക്കേണ്ടത് അല്ലെ. അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. പേഴ്സണൽ ലൈഫ്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ മറ്റൊരാൾ ഇല്ലാണ്ടാവുമ്പോൾ എന്താണ്, നമുക്കത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരാളെ ആശ്രയിച്ചുകൊണ്ടിരുന്നിട്ടാണ്, നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആളില്ലാത്ത സന്ദർഭത്തിൽ എന്താണ്, നമുക്കത് താങ്ങാൻ പറ്റുന്ന വരില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിലേക്കൊന്നും ഒരിക്കലും നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ, ഇപ്പോഴേ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി. കുട്ടികളുടെ ഒരു സ്വാഭാവിക പ്രവണതയാണ് ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത്. ഓക്കെ, അത് വളരുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ മുതിർന്നവരിലാണെങ്കിലും എല്ലാവരും, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ സ്വന്തമായ ഒരു ജോലി, ആരെയും ആശ്രയിക്കാതെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്ക് എന്നെ നന്നായിട്ട് ജീവിക്കണമെന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്താന്ന് ചോദിച്ചു. കണ്ടാവെന്ന് അറിയില്ല, നിങ്ങൾ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന മൊമെന്റ് ആയിരുന്നു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ നേരത്തെ കല്യാണം കഴിച്ചതാണ് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്. നേരത്തെ കല്യാണം കഴിച്ചത് ഒരു 19 വയസ്സോ 20 വയസ്സായപ്പോ കല്യാണം കഴിച്ചു ആള്. അപ്പൊ എന്താണ്, എന്റെ ഫ്രീഡം മുഴുവൻ, എന്റെ ഇൻഡിപെൻഡൻസ് മുഴുവൻ, എന്റെ ഫ്രീഡം മുഴുവൻ പോയത് അതുകൊണ്ടാണ്. ആ കുട്ടി പറയാണ്, ആളുടെ എക്സ്പീരിയൻസ് ആണ് ആൾ പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ ആൾക്ക് എത്രയോ 30-31 വയസ്സ് കഴിഞ്ഞു, 31 വയസ്സായിട്ട് അങ്ങനെ പറഞ്ഞു. കുട്ടി പറഞ്ഞത് റിഗ്രറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നേരത്തെ കഴിഞ്ഞത്. അപ്പൊ ആള് ചോദിച്ചു എന്താണ് കാരണം? അപ്പൊ എന്റെ എല്ലാ സന്തോഷങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ പോയത് അത് കാരണമാണ്. അപ്പൊ അവിടെ തന്നെ ചോദിക്കുന്നുണ്ടാണ്, ഇപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രായം എപ്പോഴാണ് കല്യാണം കഴിക്കണമെങ്കിൽ? ആപ്റ്റ് ആയിട്ടുള്ള പ്രായം എന്ന് പറയുമ്പോൾ ഒരു 28-ന് ശേഷം 30 ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ നമ്മൾ ഫുൾ മെച്യൂർഡായി, നമുക്ക് പല കാര്യങ്ങളും വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു സമയമാണ് അല്ലെ. അത് വേണമെങ്കിൽ നമുക്ക് അപ്പൊ ചൂസ് ചെയ്യാൻ, വ്യക്തമായിട്ട് ആ ഒരു പേഴ്സണാലിറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കുട്ടി പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അല്ലെ. എല്ലാവരും ആഗ്രഹിച്ച് വെക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും പല ആൾക്കാര്. പക്ഷെ ചിലവർക്ക് ലൈഫ് നല്ലതാണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. എല്ലാവരിലല്ല, ചിലവർക്ക് ചിലപ്പോൾ നേരത്തെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും ഒരു റിഗ്രറ്റ് ആയിട്ട് നിലനിൽക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്, സ്വതന്ത്രരായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ മനുഷ്യനിലുള്ള ഒരു സ്വാഭാവികമായ ടെൻഡൻസിയാണ് എന്ത്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തത ഉണ്ട്, പക്ഷെ ക്രിയേറ്റിവിറ്റി കൂടും. ഓക്കെ, മനസ്സിലായോ? എന്റെ മോന് സ്കൂളിൽ പോവാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാല് അവനിങ്ങനെ ഒബ്സർവ് ചെയ്യും. ഓരോ കുട്ടികളും അവന്റെ അതേ ഹൈറ്റുള്ള കുട്ടികൾ പോകുന്ന ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എന്നോട് ചോദിക്കും, ഇത്ര വലുതായാൽ എന്നെ ഇതുപോലെ റോഡിലൂടെ നടക്കാൻ വിടുമോ? ഇത്ര വലുതായാലും ഇതിപ്പോ എത്ര ക്ലാസ്സിലെത്തി? അവനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അവനിക്കോ വീടിന്റെ പുറത്തേക്ക് എപ്പോഴാണ് ഇറങ്ങാൻ പറ്റാന്നാണ് ഇപ്പൊ അറിയേണ്ടത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കുട്ടികള് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, സ്വന്തമായിട്ട് ഡ്രസ് ഇടണം, കണ്ടിട്ടില്ലേ? സ്റ്റേജ് വരെ ഉണ്ടാവുള്ളൂ, കഴിഞ്ഞ് മാറും. അതൊക്കെ ഇൻഡിപെൻഡന്റ് ആവുന്ന ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ മോണ്ടിസോറി അപ്പാരറ്റസ് എടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ ഒന്ന് അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പോയി ചൂസ് ചെയ്യാം അല്ലെ. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ. ഇഷ്ടമുള്ള മെറ്റീരിയൽ നിങ്ങൾ പോയി എടുത്തിട്ടാണ് നിങ്ങൾ ആ വർക്കുകൾ ചെയ്തത്.
അത് തന്നെയാണ് മോണ്ടിസോറി ആ ഒരു ക്ലാസ് റൂംസിൽ നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് ആ ഒരു ഷെൽഫ് ഓപ്പൺ ചെയ്ത് വെച്ച് എന്താണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെടുക്കുന്നതിന് എപ്പോഴും ഒരു പ്രത്യേകതയാണ് അല്ലെ. നമ്മൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ടന്റും അതിൽ വരുന്നുണ്ട്. ഇനി മാനിപ്പുലേഷൻ എന്നൊരു ടെൻഡൻസി ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട് മാനിപ്പുലേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ആണോ നിങ്ങൾ? അതായത് ഓരോ ടെൻഡൻസി റിലേറ്റ് ചെയ്ത് വരുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ കുറച്ച് സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ടെൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമെന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ അത് പാടായിട്ട് തോന്നും. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അതപ്പം നമ്മുടെ പൂർണ്ണ എല്ലാ ടെൻഡൻസിയും കഴിഞ്ഞിട്ട് വേണം അത് നിൽക്കാനായിട്ട്. ഓക്കെ, ഇനി മാനിപ്പുലേഷനും കൂടി ഉണ്ട്. പറ്റുമെങ്കിൽ എന്താണ് മാനിപ്പുലേഷൻ ഒന്ന് കണ്ടെത്തിക്കൊണ്ടുവരാമോ? മാനിപ്പുലേഷൻ എന്ന ടെൻഡൻസി എന്താണ്? ഓക്കെ, അത് നോക്കിക്കോളൂ. അത് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ എത്ര ടെൻഡൻസി പഠിച്ചിട്ടുണ്ട്? ഇൻഡിപെൻഡൻസ് പഠിച്ചു, പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, കാൽക്കുലേഷൻ, റെപ്ലിക്കേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്, അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി, ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ഓക്കെ, രണ്ടെണ്ണം കൂടി പഠിക്കാനുണ്ട് കേട്ടോ. മാനിപ്പുലേഷൻ കൂടി പഠിക്കാനുണ്ട്. ഞങ്ങളില്ലേ ഈ ഒരു ചാപ്റ്റർ ആദ്യകാലങ്ങളിൽ എടുത്തിരുന്നപ്പോ ഇത് ഓരോ പോയിന്റ്സ് വായിച്ച് സമയമെടുത്ത് ഒരു 5-8-10 ക്ലാസ്സിൽ കൂടുതൽ ഈ ടെൻഡൻസി ഓഫ് മാൻ എടുക്കാൻ വേണ്ടി വന്നിരുന്നത്. 10 ക്ലാസ്സിൽ കൂടുതൽ അങ്ങനെ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടികൾക്കും നമ്മൾക്കും ബുദ്ധിമുട്ടായി തോന്നി. കാരണം ഇതിൽ ഓരോ കാര്യങ്ങൾ വളരെ വളഞ്ഞ വഴിയിലാണ് ചോദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നതൊക്കെ. അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഇപ്പൊ ഒരു 5th തുടങ്ങി MP5, 6, 7, 8, 7 വരെ 3 ക്ലാസ്സിൽ ഇതേപോലെ തന്നെ പോയിരുന്നു. ഇതുപോലെ മീൻസ് ഇതൊക്കെ പറഞ്ഞ് ഇത്രയും ക്ലാസ്സുകൾ പോയിരുന്നു. നമുക്ക് പേടി സ്വപ്നം വരുന്ന ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പേടിയായിരുന്നു ഇത് എടുത്തു തീർക്കാൻ. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇത് നമ്മൾ എന്തുകൊണ്ട് ബ്രീഫ് ചെയ്തുകൂടാ. ബ്രീഫ് ചെയ്ത വ്യക്തമായിട്ട് കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഒരിക്കലും ഇവര് കുറെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണങ്ങൾ എന്ന് വെച്ചാൽ വളഞ്ഞ വഴി നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന പകരം ഇങ്ങനെ കഴിക്കുന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ എന്താണ് ഓരോ ടെൻഡൻസിയും എന്താണെന്ന് മാത്രം ബ്രീഫ് ചെയ്ത് മനസ്സിലാക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നത് തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് ഇങ്ങനെ ക്ലാസ്സുകളായത്. അതുകൊണ്ട് 2-3 ക്ലാസ്സിലെത്തിയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ടെൻഡൻസി ഓരോ ടെൻഡൻസി എന്താണെന്ന് ബ്രീഫ് ആയിട്ടൊരു നിങ്ങളിപ്പോ എക്സാം എഴുതുന്ന ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പൊ എന്താണ് ക്രിയേറ്റിവിറ്റി, അതിനൊരു ജസ്റ്റ് ഒരു 2 സെന്റൻസ് വരുന്ന രീതിയിൽ വളരെ ക്യാപ്സൂൾ പരിവർത്തനാക്കിയിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ അത് പഠിക്കാം. അപ്പൊ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് വർക്ക്, എന്താണ് ക്രിയേറ്റിവിറ്റി, വേറൊരു ചോദ്യം വരുന്നത് ഓരോ ടെൻഡൻസിയും ഏതൊക്കെയായിട്ടാണ് ഏതൊക്കെയായിട്ടാണ് ഇന്റർലിങ്ക് ചെയ്തിരിക്കുക എന്നുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ വരുന്നത് എന്താണ് എത്ര ടെൻഡൻസി മൊത്തത്തില് മോണ്ടിസോറി കണ്ടെത്തിയിട്ടുണ്ട് അത് ചോദിക്കാം. ഓക്കെ, പിന്നെന്താണ് അങ്ങനെ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടീച്ചർ പറഞ്ഞ നോട്ടിൽ ഞാൻ ഒന്നും കൂടി ഇവിടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. സൈൻ ഔട്ട് വേണ്ട, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.